ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ കമ്പനീസ് ആക്ട് 2030 ഒരു ഫ്രഷ് ടോപ്പിക്കുമായിട്ടാണ്. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാമെന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ 2022 സിലബസ് ചേഞ്ച് ചെയ്തപ്പം നമ്മുടെ കമ്പനീസ് ആക്ട് പുതുതായിട്ടൊരു ഫ്രഷ് ടോപ്പിക്കാണ് ഓപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. നമ്മുടെ 2060 സിലബസിലെ സ്റ്റുഡൻസിന് ഇതില്ല. ഓക്കെ, നമുക്ക് ന്യൂ സിലബസ് സ്റ്റുഡൻസ് മാത്രം ഈ ക്ലാസ് കേൾക്കാം. ഇനി മറ്റു കുട്ടികൾക്ക് കേൾക്കാം. അതിനെപ്പറ്റി അവർക്ക് അറിയാൻ താല്പര്യമുള്ളവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. നമ്മുടെ കമ്പനിയിൽ 2 കൺട്രോളറുണ്ട്. ഒന്ന് ഓപ്പറേഷണൽ കൺട്രോളറും 2 ഫിനാൻഷ്യൽ കൺട്രോളറും. അവരുടെ റെസ്പോൺസിബിളാണ് ഞാനത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ കൺട്രോളറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ ഫിനാൻഷ്യൽ കൺട്രോളർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫിനാൻഷ്യൽ ഫങ്ഷൻ ഓഫ് ആൻ ഓവറോൾ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ ഓവറോൾ ഫിനാൻഷ്യൽ ഫങ്ഷനാണ് അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ഫങ്ഷനുള്ള റെസ്പോൺസിബിളാണ് നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോളറിന് ഉള്ളത്. അവരുടെ എന്താ റെസ്പോൺസിബിൾ? നമ്മുടെ ഓർഗനൈസേഷനിലെ ഓവറോൾ ഫിനാൻഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫങ്ഷൻ, സാമ്പത്തിക പ്രവർത്തനത്തിന് റെസ്പോൺസിബിൾ ആർക്കാണ് ഉള്ളത്? നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോളറിനായിരിക്കും ഉള്ളത്. ഓക്കെ, ഈ ഓപ്പറേഷണൽ കൺട്രോളർക്ക് എന്താ ഉള്ളത്? ആൻഡ് ഓപ്പറേഷണൽ കൺട്രോളർ ജോബ് ടൈറ്റിൽ സ്പെസിഫൈ ദ റെസ്പോൺസിബിലിറ്റീസ് ഫോർ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് എ കമ്പനി. സോ ദോസ് ഡ്യൂട്ടീസ് വേരി ഫ്രം ബിസിനസ് ടു ബിസിനസ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഓപ്പറേഷൻസ്. അതായത് മക്കളെ, നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് വേരി ചെയ്യരുത്. കാരണം എല്ലാ ബിസിനസ്സും ഒന്നല്ല. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് വേരി ചെയ്ത് ആ ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ പാർട്ടിനെ ആ ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ പാർട്ട് മാത്രമായിരിക്കും നമ്മുടെ ഓപ്പറേഷൻ കൺട്രോളിൻ്റെ റെസ്പോൺസിബിൾ. ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. അതായത് നമ്മുടെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിലേക്ക് വേരി ചെയ്യുന്ന ആ ഇതില്ലേ, ആ ഒരു ഡ്യൂട്ടിയാണ് അവർക്കവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ പാർട്ടിലായിരിക്കും ആ ഓപ്പറേഷൻ കൺട്രോളിനെ സംബന്ധിച്ച് അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതേസമയം ഫിനാൻഷ്യൽ കൺട്രോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ഓവറോൾ ഫിനാൻഷ്യൽ ഫങ്ഷൻ റെസ്പോൺസിബിൾ ആർക്കാണ്? നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോളിനായിരിക്കും. എന്നാൽ നമ്മുടെ ഓപ്പറേഷൻ കൺട്രോളിന് നമ്മുടെ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രമായിരിക്കും അവർക്ക് റെസ്പോൺസിബിലിറ്റിയിൽ ഉള്ളത്. ഡിഫറൻസ് മനസ്സിലായും? ഞാനൊരു ഡിഫറൻസിനെ പറ്റി താഴത്തെ വഴി പറയുന്നത്. While there are some similarities of an organization or business controller versus financial controller, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോളറും ബിസിനസ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷണൽ കൺട്രോളർ തന്നെയാണ്. അപ്പം ഓപ്പറേഷൻ അല്ലെങ്കിൽ ബിസിനസ് കൺട്രോളറും അതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ കൺട്രോളറും രണ്ടും ഒന്ന് തന്നെ. അതായത് ഓപ്പറേഷണൽ കൺട്രോളിൻ്റെ മറ്റൊരു പേരാണ് ബിസിനസ് കൺട്രോളർ. അപ്പോൾ ഓപ്പറേഷണൽ കൺട്രോളറും നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോളറുമുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അവർക്ക് ആ ഒരു സിമിലാരിറ്റീസിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെയർ ആർ ഡെഫിനറ്റ്ലി 2 ഡിസ്റ്റിങ് റോൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇവ രണ്ട് കൂട്ടരും, അതായത് ഫിനാൻഷ്യൽ കൺട്രോളറും ഓപ്പറേഷണൽ കൺട്രോളും ഒരു 2 ഡിസ്റ്റിങ് റോളാണ് നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ വഹിക്കുന്നത്. അത് ബോത്ത് പൊസിഷൻ യൂഷ്വലി ഇൻവോൾവ് ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇവർക്ക് എന്തിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലും ഇവർ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ കൺട്രോളർ ഫിനാൻഷ്യൽ ഫങ്ഷൻ്റെ ആ ഒരു ഇതിലായിരിക്കും ഈ ബഡ്ജറ്റിങ്ങും ഫോർകാസ്റ്റിങ്ങും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ചെയ്യുന്നത്. എന്നാൽ ഓപ്പറേഷണൽ കൺട്രോളർ ആ ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ പാർട്ടായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. രണ്ട് കൂട്ടരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടുപേരും ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഓക്കെ, അതാ പറഞ്ഞ 2 ഡിസ്റ്റിങ്ക്ട് റോൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫിനാൻഷ്യൽ കൺട്രോൾ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാ താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഡീൽ വിത്ത് ഓർഗനൈസേഷൻസ് ഡെയിലി അക്കൗണ്ടിങ് ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ നമ്മുടെ കമ്പനിയുടെ ഡെയിലി അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് അവർ ഡീൽ ചെയ്യാറുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓവർസീയിങ് അക്കൗണ്ടിങ്, പേറോൾ, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് അക്കൗണ്ട് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റും അതിനകത്ത് ആ ഡെയിലി അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് അവർ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഓവർസീയിങ് അക്കൗണ്ടിങ്, പേറോൾ, അക്കൗണ്ട് പേയബിൾ ആൻഡ് അക്കൗണ്ട് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ആര് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ഇനി ഓപ്പറേഷൻ കൺട്രോളിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. അവർ സ്പെസിഫൈ ആയിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. ദ റോൾ ഓഫ് ഓപ്പറേഷൻ കൺട്രോൾ ഇൻക്ലൂഡ്സ് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഓഫ് എ പർട്ടിക്കുലർ യൂണിറ്റ് വിത്തിൻ ദ ലാർജർ കമ്പനി. അതായത് അവരുടെ റോളെന്ന് പറഞ്ഞാൽ അവരുടെ റോളിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? റിപ്പോർട്ടിങ്ങും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിംഗ് ഒക്കെ ആയിരിക്കും അവരുടെ റോളിനകത്ത് പ്രധാനമായി ഉൾപ്പെടുന്നത്. അപ്പം റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റും
ആയിരിക്കും അവർ കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും, ആ റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിൽ നിന്ന് എന്തൊക്കെ വരും? ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഫോർ എ പർട്ടിക്കുലർ യൂണിറ്റ് വിത്തിൻ ദ ലാർജർ കമ്പനി. അപ്പം ആ ഒരു കാര്യമായിരിക്കും നമ്മുടെ ഓപ്പറേഷൻ കൺട്രോളർ ചെയ്യുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അപ്പോൾ ഓപ്പറേഷൻ നമുക്ക് 2 ടൈപ്പ് കൺട്രോളർ പഠിക്കാനുള്ള, ഫിനാൻഷ്യൽ കൺട്രോളറും ഓപ്പറേഷണൽ കൺട്രോളറും. ഫിനാൻഷ്യൽ കൺട്രോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും അവരുടെ റെസ്പോൺസിബിൾ. നമ്മുടെ ഓപ്പറേഷൻ കൺട്രോളിൻ്റെ നമ്മുടെ കമ്പനിയുടെ പർട്ടിക്കുലർ പാർട്ട് മാത്രമായിരിക്കും അവരുടെ റെസ്പോൺസിബിൾ. രണ്ടുപേരും നമ്മുടെ കമ്പനിയിൽ 2 ഡിസ്റ്റിങ് റോൾസ് വഹിക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരും യൂഷ്വലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അടുത്ത് ഫിനാൻഷ്യൽ കൺട്രോളർ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മുടെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡെയിലി അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് അവർ ഡീൽ ചെയ്യും. ആ അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് അവർ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഓവർസീയിങ് അക്കൗണ്ടിങ്, പേറോൾ, അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മുടെ ഓപ്പറേഷൻ കൺട്രോൾ റോൾ എന്താണ്? ഇൻക്ലൂഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ആ ഇൻക്ലൂഡിങ് റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിങ്ങിനകത്ത് അവർ എന്തൊക്കെ പിന്നെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഫോർ എ പർട്ടിക്കുലർ യൂണിറ്റ് വിത്തിൻ ദ ലാർജർ ഓർഗനൈസേഷൻ. ഒരു ലാർജർ ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് കൂടെ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ? ഈസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ഇനി കീ മാനേജറൽ പേഴ്സണൽ. ഇത് നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് അഡീഷണലി പഠിക്കാനുള്ള 2-3 ടോപ്പിക്കിനകത്ത് രണ്ടാമത്തെ ടോപ്പിക്കാണ് കീ മാനേജറൽ പേഴ്സൺ. നമുക്കൊക്കെ അറിയാം, നമ്മൾ പലയിടത്തും KMB, കീ മാനേജർ പേഴ്സണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ആരാണ് മക്കളെ ഈ കീ മാനേജർ പേഴ്സണൽ? ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 51 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 കീ മാനേജർ പേഴ്സണൽ ഇൻ റിലേഷൻ ടു എ കമ്പനി ഹാസ് ബീൻ ഡിഫൈൻഡ് അസ്. അതായത് കീ മാനേജർ പേഴ്സണൽ നമ്മുടെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് ഒരു കീ മാനേജർ പേഴ്സണാണ്. കീ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു വാക്ക് പഠിക്കുന്ന നമ്മൾ പഠിക്കത്തില്ലേ, കീ വേർഡ്സ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേർഡ്സിനെല്ലാം നമ്മൾ കീ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാനും പെട്ടെന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഒട്ടും മറന്ന് പോകാൻ പറ്റാത്തൊരു വാക്ക് അല്ലേ കീ മാനേജർ, അല്ലേ സോറി, കീ വേർഡ്സ്. അപ്പം ആ ഒരു കീ വേർഡ്സ് നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ്, അതുപോലെയാണ് നമ്മുടെ കമ്പനിക്ക് കീ മാനേജർ പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരാളെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആരൊക്കെ ആവാം? നമ്മുടെ കമ്പനിയെ റിലേറ്റ് ചെയ്ത കീ മാനേജർ പേഴ്സണൽസിൻ്റെ ഡെഫിനിഷൻ അത് ആരൊക്കെ ആവാമെന്നാണ് താഴെ പറയുന്നത്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനാവാം, ഒരു മാനേജിങ് ഡയറക്ടറിനാവാം, ഒരു മാനേജറിനാവാം. ആർക്കൊക്കെ? ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു മാനേജിങ് ഡയറക്ടറിനാവാം, ഒരു മാനേജറിനാവാം. രണ്ടാമത് ആർക്കാ? ഒരു കമ്പനി സെക്രട്ടറിക്കാവാം, ഒരു ഹോൾ ടൈം ഡയറക്ടറിനാവാം, ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനാവാം. ഇനി അത്ര നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കാം, സം അതർ ഓഫീസർ നോട്ട് മോർ ദാൻ 1 ലെവൽ ബിലോ ദ ഡയറക്ടേഴ്സ് ഹു ഇൻ ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഡെസിഗ്നേറ്റ് ആസ് കീ മാനേജർ പേഴ്സൺ ബൈ ദ ബോർഡ്. അതായത് നമ്മുടെ ബോർഡല്ലേ, ബോർഡ് ഓതറൈസ് ചെയ്ത ഒരു ബോർഡ് ഡെസിഗ്നേറ്റ് ചെയ്തൊരു കീ മാനേജർ പേഴ്സണലിന് നമ്മുടെ KMP ആവാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഹോൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം. പിന്നെന്താ, നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ഒരു ലെവലിൽ താഴെ പോകാൻ പാടില്ല. അതായത് ഡയറക്ടേഴ്സ് കഴിഞ്ഞ് ഒരു ലെവൽ താഴെ പോകും, അത് കഴിഞ്ഞിട്ടുള്ള ലെവലിൽ താഴെ പോകാത്ത ഒരാളുമായിരിക്കണം. നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ഒരു ലെവലിൽ താഴെ പോകാത്ത ഒരാളുമായിരിക്കണം. ഡയറക്ടേഴ്സിന് അടുത്ത സ്ഥാനം നമ്മുടെ കീ മാനേജർ പേഴ്സണലിനായിരിക്കണം, ആ ഒരു വ്യക്തിക്കായിരിക്കണം. ആ ലെവലിൽ താഴെ പോകാൻ പറ്റുന്ന ആ ഒരു പേഴ്സണും ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓഫീസർ ആയിരിക്കാം. ഇനി 6th വൺ, സച്ച് അതർ ഓഫീസർ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. മറ്റേതെങ്കിലും ഓഫീസർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ഓഫീസറും ആവാം. അപ്പോൾ ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, കമ്പനി സെക്രട്ടറി, പിന്നെ ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സച്ച് അതർ ഓഫീസർ നോട്ട് മോർ ദാൻ 1 ലെവൽ ബിലോ ദ ഡയറക്ഷൻ ഹു ഇൻ ദ ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഡെസിഗ്നേറ്റ് ആസ് എ കീ മാനേജർ പേഴ്സൺ ബൈ ദ ബോർഡ് ആൻഡ് സച്ച് അതർ ഓഫീസർ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഇത്രയും പേരുമാണ് നമ്മുടെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത കീ മാനേജർ പേഴ്സണൽ. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഓർത്ത് വെച്ചേരെ. ഇനി റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഇത് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്. റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ്, നമ്മൾ പഠിക്കാതെ നമുക്കറിയാവുന്ന കുറച്ച് റൈറ്റ്സ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റില്ലേ. ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഷെയർ ഹോൾഡേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൊടുക്കുന്ന റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നോട്ടീസ് കൊടുക്കാൻ പറ്റും, നോട്ടീസ് റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോക്സി അപ്പോയിൻമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് റൈറ്റ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഇവിടെ പിന്നെ അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാതെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് പഠിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കമ്പനിയിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെമ്പറിനാണ് നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ആ ഷെയർ ഹോൾഡർ ആരൊക്കെ ആവാം, എങ്ങനെയൊക്കെ ഷെയർ ഹോൾഡറായി മാറാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു കമ്പനിയിലെ മെമ്പറായി മാറാം, ആ ഒരു കാര്യം നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 55 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ എ മെമ്പർ ആസ്.
നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ഷാൾ ബി ഡീംഡ് ടു ഹാവ് എഗ്രീഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദ കമ്പനി ആൻഡ് ഓൺ ഇറ്റ്സ് രജിസ്ട്രേഷൻ ഷാൾ ബി എൻറ്റേഡ് എസ് നെയിം മെമ്പർ ഇൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതായത് എന്താ പറഞ്ഞത്? സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെമ്പേഴ്സ്, നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെമ്പേഴ്സ് നമ്മുടെ ഷെയർ ഹോൾഡറാണ്, നമ്മുടെ മെമ്പറാണ്. അപ്പം കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ അതാണ് സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം. അപ്പം നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മെമ്പേഴ്സിനെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടത്തിൽ വന്ന ആ മെമ്പറിനെയും കൂടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ എൻ്റർ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ നെയിമും കൂടെ അവിടെ എൻ്റർ ചെയ്യണമെന്നാണ്, മെമ്പറായിട്ട് എൻ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, the subscribers to the memorandum of a company shall be deemed to have agreed to become a member of the company. അദ്ദേഹം ഒരു മെമ്പറായി മാറി. നമ്മുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെമ്പർ ആരായി മാറി? നമ്മുടെ ഒരു കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡറായി മാറി, അല്ലെങ്കിൽ ഒരു മെമ്പറായി മാറി. ആൻഡ് ഓൺ ഇറ്റ്സ് രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഷാൾ ബി എൻറ്റേഡ് എസ് എ മെമ്പർ ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മെമ്പറിൻ്റെ രജിസ്റ്റർ ഉണ്ടല്ലോ, മെമ്പറിൻ്റെ രജിസ്റ്ററിനകത്ത് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ടു മെമ്മോറാണ്ടം ആ ഒരു മെമ്പറിനെയും കൂടെ നെയിം എൻ്റർ ചെയ്തിരിക്കണം. എൻ്റർ ചെയ്താൽ മാത്രമേ അദ്ദേഹം ഒരു മെമ്പറായി മാറത്തുള്ളൂ. ക്ലിയർ? ഓക്കെയാണ്. അതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, എവറി അതർ പേഴ്സൺ ഹു എഗ്രി ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി ഹൂസ് നെയിം എൻ്റേഡ് ഇൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഷാൾ ബി മെമ്പർ ഓഫ് എ കമ്പനി. അതായത് നമ്മൾ ഇപ്പോൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മെമ്പർ ആവാൻ പറ്റത്തുള്ളൂ, അങ്ങനൊന്നും ഇല്ലല്ലേ. ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്ക് മെമ്പർ ആവാൻ പറ്റും. അതായത് കമ്പനി ഹാവിങ് എ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് കമ്പനി നിങ്ങൾ പഠിച്ചിട്ടില്ല, ഗ്യാരണ്ടി. അതായത് വൈൻഡിങ് ടൈമിൽ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന കമ്പനി നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പം ആ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ വൈൻഡിങ് ഓഫ് ടൈമിൽ നമ്മുടെ മെമ്പർ, അവിടുത്തെ ഒരു മെമ്പർ ഒരു വീതം വൈൻഡിങ് ഓഫ് ടൈമിൽ ഒരു ഇത്ര ഗ്യാരണ്ടി എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ഇത് പറയുന്നത്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയിലെ മെമ്പേഴ്സ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്പനിയിലെ മെമ്പറിന് മെമ്പർ ആവാൻ പറ്റുമല്ലോ. അവിടുത്തെ അങ്ങനെ വരുന്ന മെമ്പറിന് മെമ്പർ ആവാൻ പറ്റും. അദ്ദേഹം ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം വൈൻഡിങ് ഓഫ് ടൈമിൽ ഒരു ഗ്യാരണ്ടി എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആയിരിക്കും വരുന്നത്. അപ്പം അവരെങ്ങനെ ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ മെമ്പറായി മാറുക? അതാണ് ഇവിടെ പറയുന്നത്. മെമ്പർ ആവാൻ വേണ്ടി, അതായത് എന്താ പറയുന്നത്? എവറി അതർ പേഴ്സൺ ഹു എഗ്രി ടു റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ആവാൻ വേണ്ടി റൈറ്റിംഗ് എഗ്രി ചെയ്യുന്ന ഒരു പേഴ്സൺ, റൈറ്റിങ്ങിൽ എഗ്രി ചെയ്യുന്ന ഒരു പേഴ്സണെ നമുക്ക് കമ്പനിയിലെ മെമ്പർ അല്ല അഥവാ ഷെയർ ഹോൾഡർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തത് എന്താ പറയുന്നത്? സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. രണ്ടാമത് പറയുന്നത് എവറി അതർ പേഴ്സൺ ഹു എഗ്രി ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ആവാൻ വേണ്ടി റൈറ്റിങ്ങിൽ എഗ്രി ചെയ്യുന്ന ഒരു പേഴ്സണെ നമുക്ക് മെമ്പർ എന്ന് പറയാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ നെയിം നമ്മുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എൻ്റർ ചെയ്തിരിക്കണം മെമ്പറായി. എന്നാൽ മാത്രമേ അദ്ദേഹം കമ്പനിയിലെ മെമ്പറായി മാറത്തുള്ളൂ. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എൻ്റർ ചെയ്താൽ മാത്രമേ അദ്ദേഹം കമ്പനിയിലെ മെമ്പറായി മാറത്തുള്ളൂ. ക്ലിയർ? ഓക്കെയാണ്. എന്തായാലും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഏത് മെമ്പറായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി നമുക്കൊരു കേസ് സ്റ്റഡി അവിടെ പഠിക്കാനുള്ളത്. അത് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. എവരി പേഴ്സൺ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് ദ കമ്പനി ആൻഡ് ഹൂസ് നെയിം ഈസ് എൻ്റേഡ് ആസ് എ ബെനിഫിഷ്യൽ ഓണർ ഇൻ ദ റെക്കോർഡ്സ് ഓഫ് എ ഡെപ്പോസിറ്ററി. അതായത് നോക്കിക്കേ, എവരി പേഴ്സൺ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് ദ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പേഴ്സണും കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന പേഴ്സണും കമ്പനിയിലെ ഷെയർ ഹോൾഡറാണ്. എങ്ങനെ അവർ ഷെയർ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? ഡെപ്പോസിറ്ററി, അതായത് ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൺലൈൻ വരെയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അത് നമ്മൾ പഠിക്കും. അപ്പം ആ ഒരു ഡെപ്പോസിറ്ററി റെക്കോർഡ് ചെയ്ത് വെച്ച് ഒരു കമ്പനിയുടെ ബെനിഫിഷ്യൽ ഓണറായി മാറുകയാണെങ്കിൽ, ഡെപ്പോസിറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അദ്ദേഹം ഒരു ബെനിഫിഷ്യൽ ഓണറായി മാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിം നമ്മൾ എൻ്റർ ചെയ്യണം. എന്തെന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യണം? നമ്മുടെ മെമ്പർ ആണെന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യണം. ഡെപ്പോസിറ്റ് റെക്കോർഡ് ചെയ്ത് ബെനിഫിഷ്യൽ ഓണറായി മാറി അദ്ദേഹത്തിൻ്റെ നെയിം നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കമ്പനിയിലെ മെമ്പർ അഥവാ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ നമുക്ക് പറയാം. എന്താ? എവരി പേഴ്സൺ ഹോൾഡിംഗ് ദ ഷെയർ ഓഫ് ദ കമ്പനിയിലെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന വെക്കുന്ന പേഴ്സൺ നമുക്ക് മെമ്പർ എന്ന് പറയാം. അദ്ദേഹം എങ്ങനെ മെമ്പർ ആവുന്നത്? ഹൂസ് നെയിം ഈസ് എൻ്റേഡ് ആസ് ബെനിഫിഷ്യൽ ഓണർ ദ റെക്കോർഡ്സ് ഓഫ് ഡെപ്പോസിറ്ററിൽ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഡെപ്പോസിറ്റിൽ റെക്കോർഡ് ചെയ്ത് ബെനിഫിഷ്യൽ ഓണറായി അദ്ദേഹം നെയിം എൻ്റർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ടോപ്പിക്കുണ്ട്. അതായത് കേസ് സ്റ്റഡി നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം ആ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല. ഹർഡില യൂണിവേഴ്സ് ലിമിറ്റഡ് വേഴ്സസ് റേണു ജെയിൻ 1995. അദ്ദേഹത്തിനൊരു കേസ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല. അപ്പം നിങ്ങളത് നോക്കത് എന്താ പറഞ്ഞേക്കുന്നതെന്ന്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ മൊമെൻറ്റ് ദ ഷെയർസ് അലോട്ട് ആൻഡ് ഷെയർ സർട്ടിഫിക്കറ്റ് സൈൻഡ് ആൻഡ് ദ നെയിം എൻ്റർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ദ അലോട്ടി ബിക്കം ദ ഷെയർ ഹോൾഡർ ഇറസ്പെക്ട് ഓഫ് ദ അലോട്ടി റിസീവിംഗ് ദ ഷെയർ ഓർ നോട്ട്. അതായത്
ഷെയർ അലോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കമ്പനിയിലെ മെമ്പറായി മാറുന്ന ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഷെയർ അലോട്ട് ചെയ്ത് റിസീവ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ആ കമ്പനിയിൽ മെമ്പറായി മാറും. എങ്ങനെയുള്ള സാഹചര്യത്തിൽ? അലോട്ട് ചെയ്ത ഷെയർ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിരിക്കണം. ആര് സൈൻ ചെയ്തിരിക്കണം? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നമ്മുടെ നെയിം എൻ്റർ ചെയ്തിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കമ്പനിയുടെ മെമ്പറായി മാറി. എന്താണ്? It was held that the moment that the share were allotted and share certificate signed and the name entered in the register of members, the allottee became the shareholder irrespective of the allottee receiving the shares or not. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ പോലും നമ്മൾ കമ്പനിയുടെ മെമ്പറായി മാറിയെന്നാണ് പറയുന്നത്. ഷെയർ അലോട്ട് ചെയ്ത് റിസീവ് ചെയ്താൽ മാത്രമല്ല, റിസീവ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ അങ്ങനെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമുക്ക് മെമ്പറാകാൻ അങ്ങനെയൊന്നും എഴുതാൻ പറ്റണമെന്നില്ല. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യണമെന്നില്ല. എന്താ, ഷെയർ അലോട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ നെയിം എൻ്റർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അല്ലെങ്കിൽ പോലും ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ സൈൻ ചെയ്ത് പോലും നമുക്ക് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ നെയിം എൻ്റർ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. ഇനി എപ്പാർട്ട് ഫ്രം സൈനിങ് ഓഫ് മെമ്മോറണ്ടം ടു പ്രീ റിക്വസൈറ്റ്സ് ഫോർ എ പേഴ്സൺ ടു ബിക്കം എ മെമ്പർ ഓഫ് എ കമ്പനി. നമുക്കൊക്കെ അറിയാം, നമ്മൾ മെമ്പർ ആവുന്ന ഒരാൾ മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്യണം. അപ്പം മെമ്മോറണ്ടത്തിൽ സൈൻ ചെയ്യുന്നതിനപ്പുറം നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങളാണ് താഴെ പറഞ്ഞത്. അതായത് ആ 2 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മെമ്മോറണ്ടത്തിൽ സൈൻ ഇട്ടാൽ ഒരു വാല്യൂയും കാണത്തില്ല എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദ എഗ്രിമെൻറ്റ് റൈറ്റിംഗ് ടു ടേക്ക് ഷെയർ ഓഫ് ദ കമ്പനിയുടെ ഷെയർ ഞാൻ എടുത്തുകൊള്ളാമെന്ന് റൈറ്റിംഗിലുള്ള എഗ്രിമെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. മെമ്പർ എന്തോ കൊടുത്തിരിക്കണം? കമ്പനിയിലെ ഷെയർ ഞാൻ എടുത്തുകൊള്ളാമെന്ന് റൈറ്റിംഗിലുള്ള എഗ്രിമെൻറ്റ് കൊടുത്തിരിക്കണം. പിന്നെന്താ? ദ രജിസ്ട്രേഷൻ ഓഫ് ഹിസ് നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ നെയിം നമ്മൾ എന്തോത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അദ്ദേഹം മെമ്പറായി മാറത്തുള്ളൂ. എങ്ങനെയാ? ദ എഗ്രിമെൻറ്റ് റൈറ്റിംഗ് ടു ടേക്ക് ഷെയർ ഓഫ് ദ കമ്പനി, ദ രജിസ്ട്രേഷൻ ഓഫ് ഹിസ് നെയിം ഇൻ ഇറ്റ്സ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ മെമ്മോറണ്ടത്തിൽ ഇടുന്ന സൈനിങ്ങിന് പോലും വാല്യൂ ഉള്ളൂ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എ പേഴ്സൺ ക്യാൻ എഗ്രി ടു ടേക്ക് ഷെയർ ഓഫ് എ കമ്പനി എയ്തർ ആസ് ദ സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓർ ഇറ്റ്സ് ഫോർമേഷൻ ഓർ ഇൻ എനി ഫോളോയിങ് മാനർ. അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർ നമുക്ക് എങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കമ്പനിയുടെ ഷെയർ നമുക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം ഏതൊക്കെ പേഴ്സൺ എങ്ങനെയൊക്കെ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നമുക്കറിയാം, അതായത് നമ്മുടെ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോർമേഷൻ ടൈമിൽ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറണ്ടം ആവുന്ന സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലായിരുന്നോ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെമ്പർ, അവരാണ് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്പറാണ്. അപ്പം അങ്ങനെയുള്ള കേസ് അങ്ങനെ ഒരു പേഴ്സണിന് കമ്പനിയുടെ ഷെയർ എടുക്കാം. രണ്ടാമത് പറഞ്ഞ കേസ് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം. എനി ഓഫ് ദ ഫോളോയിങ് മാനർ. ഈ ഒരു താഴെ പറഞ്ഞ ഫോളോയിങ് മാനറിൽ നമുക്ക് കമ്പനിയുടെ ഷെയർ ഒരു പേഴ്സൺ എഗ്രി ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ? ബൈ സബ്സ്ക്രൈബർ ടു ദ ഫർദർ ഓർ ന്യൂ ഷെയർ. ഒരു ന്യൂ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം, ഒരു പുതിയൊരു ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ് ഷെയർ ഫ്രം ദ എക്സിസ്റ്റിംഗ് മെമ്പർ. അതായത് എക്സിസ്റ്റിംഗ് മെമ്പറിന് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പർ ഷെയർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ എടുത്തൂടെ? ഇനി തേർഡ് വൺ എന്താ? ഷെയർ പർച്ചേസ് ചെയ്യാം. അതായത് ഓൺ അക്വിസിഷൻ ഓർ പർച്ചേസ് ഓഫ് ഷെയർ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ അക്വിസിഷൻ നടത്താം, അക്വയർ ചെയ്യാം. പിന്നെന്താ? ഓൺ അക്വിസിഷൻ ഓഫ് ഇറ്റ് ഷെയർ ബൈ ഡെവല്യൂഷൻ. അതായത് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസീസ്ഡ് മെമ്പറിൻ്റെയോ ഇൻസോൾവൻ്റ് മെമ്പറിൻ്റെയോ ഷെയർ അവരുടെ ലീഗൽ ഹയേഴ്സ് അവർക്ക് ലീഗൽ ഹയേഴ്സ് വാങ്ങിക്കത്തില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് ഷെയർ അക്വയർ ചെയ്യാൻ പറ്റും. പിന്നെന്താ? ഓൺ കൺവേർഷൻ ഓഫ് കൺവേർട്ടിബിൾ ഡിബഞ്ചർ ഓർ ലോൺസ് പേഴ്സൺ ടു ദ ടേംസ് ഓഫ് ദ ഇഷ്യൂ ഓഫ് സച്ച് ഡിബഞ്ചർ ഓർ ലോൺസ് എഗ്രിമെൻറ്റ് റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മുടെ ഡിബഞ്ചർ അല്ലെങ്കിൽ ലോൺസ് നമുക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഷെയർ എടുത്തുകൂടെ? കമ്പനിയുടെ ഷെയർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? അപ്പം ഈ 2 കേസിലും, അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ ഇനിഷ്യൽ സ്റ്റേജ്, നമ്മുടെ കമ്പനി ഫോർമേഷൻ ഇനിഷ്യൽ സ്റ്റേജ് നമുക്ക് മെമ്മോറണ്ടം സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം ഒരു ഷെയർ എടുക്കാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ബൈ സബ്സ്ക്രൈബേഴ്സ് ടു ഇറ്റ്സ് ഫർദർ ഓർ ന്യൂ ഷെയർ, ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ് ഷെയർ ഫ്രം എക്സിസ്റ്റിംഗ് മെമ്പർ, പിന്നെ ഓൺ അക്വിസിഷൻ ഓർ പർച്ചേസ് ഓഫ് ഷെയർ, പിന്നെന്താ? ഓൺ അക്വിസിഷൻ ഓഫ് ഇറ്റ് ഷെയർ ബൈ ഡെവല്യൂഷൻ. ഫോർത്ത് വൺ ഓൺ കൺവേർഷൻ ഓഫ് കൺവെർട്ടിബിൾ ഡിബഞ്ചർ ഓർ ലോൺസ്. അതായത് ഒരു കൺവെർട്ടിബിൾ ഡിബഞ്ചറിനെ ലോൺസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഷെയർ ആക്കി മാറ്റാം. അപ്പം ഇങ്ങനെയുള്ള 5 കേസുകളിലാണ് നമ്മൾ 5 കേസുകളും പിന്നെ ഇനിഷ്യൽ ഫോർമേഷൻ സമയത്ത് നടക്കുന്ന ഇനിഷ്യൽ സ്റ്റേജിലുമാണ് നമ്മൾ ഒരു പേഴ്സണൽ ഷെയർ എടുക്കാൻ പറ്റുന്നത്, ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കേസിന് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ഡിഫറൻസ് താഴെ പറഞ്ഞത്. ദ ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്ക്രൈബേഴ്സ് ഹു എഗ്രി ടു ടേക്ക് ഷെയർ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി, പേഴ്സൺ ഹു എഗ്രി ടു ടേക്ക് ഷെയർ ലേറ്റർ. അതായത് ആർക്ക് നമ്മൾ ഡിഫറൻസാണ്? നമ്മുടെ കമ്പനി ഫോർമേഷൻ ചെയ്യുന്ന ടൈമിൽ
ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പേഴ്സണില്ലേ, അതായത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ മെമ്പറില്ല, അവരെ നമ്മൾ എന്താ പറയുക, സബ്സ്ക്രൈബർ ടു മെമ്മോറാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച അവരെ പറ്റി, അതാണ് ഇവിടെ പഠിച്ചില്ല എന്നവരെ പറ്റി. നോക്കിക്കേ, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറണ്ടം. അവരും അങ്ങനെ ആവുന്നൊരു മെമ്പറും അല്ലെ അങ്ങനെ ആവുന്നൊരു ഷെയർ ഹോൾഡറും പിന്നീട് കമ്പനിയൊക്കെ ഫോം ചെയ്ത് പിന്നീട് ഷെയർ എടുക്കുന്ന ഒരു മെമ്പറും നമ്മൾ ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെമ്പറിനെ പറ്റി, അതായത് സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടത്തെ പറ്റി ആദ്യത്തെ ഡിഫറൻസ്. ദ ഫോർമർ ബിക്കം മെമ്പർ ഇമ്മീഡിയറ്റ്ലി ഓൺ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ദാറ്റ് ഈസ് ദേ ഓട്ടോമാറ്റിക്കലി ബിക്കം എ മെമ്പർ. അതായത് അദ്ദേഹം കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്ത സമയത്ത് ഇമ്മീഡിയറ്റ്ലി മെമ്പറായി മാറുവാണ്. അതായത് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി മെമ്പറായി മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി അവർ നമ്മുടെ കമ്പനിയിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ മെമ്പറായി അവിടെ ഉണ്ട്, ഓൾറെഡി അവരുണ്ട്. അങ്ങനെയുള്ള അവർ പിന്നീട് അവർ മെമ്പർ തന്നെയല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പിന്നീട് അവിടുത്തെ മെമ്പറായി മാറുകയാണ്. അവർ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മെമ്പേഴ്സ് നമുക്ക് സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം എന്ന് പറയാം. അവർ പിന്നീട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളപ്പോൾ തന്നെ മെമ്പറാണ് എങ്കിൽ അവർ പിന്നീട് അവിടുത്തെ ഓട്ടോമാറ്റിക്കലി പിന്നെ അവരെന്തായി മാറും, അവിടുത്തെ മെമ്പറായി മാറും. അത് ഒന്നാമത്തത്. രണ്ടാമത്തെ കേസ് നമ്മളെന്താ പറയുന്നത്, കമ്പനിയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം മെമ്പറായി ഷെയർ എടുക്കുന്ന ആൾക്കാർ അവർ എങ്ങനെ കമ്പനിയുടെ മെമ്പർ ആവുന്ന ഉള്ള ഡിഫറൻസാണ് പറയുന്നത്. അതായത് ദ ലേറ്റർ ത്രൂ ഹാവിങ് എഗ്രി to take share become a member only after the name are entered in the register of members of a company. അവർ കമ്പനിയിലെ മെമ്പറായി മാറണമെങ്കിൽ അവർ നമ്മുടെ കമ്പനിയിലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ആ ഒരാളുടെ പേര് നെയിം എൻ്റർ ചെയ്താൽ മാത്രമേ അവർ നമ്മുടെ കമ്പനിയിലെ മെമ്പറായി മാറത്തുള്ളൂ. അപ്പം ഈ രണ്ട് കൂടെ ഡിഫറൻസ് മനസ്സിലായി. മറ്റവർ സബ്സ്ക്രൈബർ ടു ദ മെമ്മോറണ്ടം എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്തേ ഉള്ളത് കൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി മെമ്പറായി മാറി. രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെമ്പറായി കമ്പനിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ അവരുടെ നെയിം എൻ്റർ ചെയ്താൽ മാത്രമേ അവർ കമ്പനിയിലെ മെമ്പറായി മാറത്തുള്ളൂ. അപ്പം ആ ഒരു ഡിഫറൻസ്, ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് അറിയാം, പറയാതെ അറിയാം, നമ്മൾ കുറേ പഠിച്ചതിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ റൈറ്റാണ് എല്ലാ മീറ്റിങ്സിലും നമ്മുടെ മെമ്പേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. രണ്ടാമത്തെ നോക്കിക്കേ, ദ റൈറ്റ് ടു റിക്വസിഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനിയിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിന് റിക്വസ്റ്റ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ദ റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് എ ജനറൽ മീറ്റിംഗ്, അതായത് ജനറൽ മീറ്റിങ്ങിൽ നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഈ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെന്താ, ദ റൈറ്റ് ടു അപ്പോയിൻറ്റ് പ്രോക്സി ആൻഡ് ഇൻസ്പെക്ട് പ്രോക്സി രജിസ്റ്റർ, അതായത് പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനും പ്രോക്സിയുടെ രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെന്താ, ഇൻ കേസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് ഓഫ് എ വിച്ച് ഈസ് എ മെമ്പർ, അതായത് നമ്മുടെ മെമ്പർ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ആ ബോഡി കോർപ്പറേറ്റ് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ആരെ അപ്പോഴുള്ള റൈറ്റ് ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് അപ്പോയിൻറ്റ് ചെയ്യാനും അവരുടെ ബിഹാഫിൽ ജനറൽ മീറ്റിങ്ങിൽ റെപ്രസെൻറ്റേറ്റീവിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഒരു ബോഡി കോർപ്പറേറ്റായ ഒരു മെമ്പറിന് ഉണ്ട്. ഇനി ടു ഹാവ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ഷെയർ ഹെൽഡ് റെഡി ഫോർ ഡെലിവറി ടു ഹിം വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവറി ചെയ്ത് വെച്ച 2 മാസത്തിനുള്ളിൽ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, അതായത് നമ്മൾ ഹെൽഡ് ചെയ്ത നമ്മുടെ ഷെയർ, നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഷെയർ ഡെലിവറി ചെയ്ത് വെച്ച് ഷെയർ സർട്ടിഫിക്കറ്റ് 2 മാസത്തിൽ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. അതുപോലെ ടു ട്രാൻസ്ഫർ ഷെയർസ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ അനുസരിച്ച് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. പിന്നെന്താ, ടു ഇൻസ്പെക്ട് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഗെറ്റ് എക്സ്ട്രാക്ട് ദെയർ ഫ്രം, അതായത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനെയും രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനും വേണമെങ്കിൽ അതിന് എക്സ്ട്രാക്ട് എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. പിന്നെ ടു ഒബ്റ്റെയിൻ ഓൺ റിക്വസ്റ്റ് മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിംഗ് അറ്റ് ജനറൽ മീറ്റിംഗ് ആൻഡ് ആൾസോ ഇൻസ്പെക്ട് ദ മിനിറ്റ്സ്, നമ്മുടെ മിനിറ്റ്സ് ഇല്ലേ, ആ മിനിറ്റ്സ് പ്രൊസീഡിങ്സ് ഒബ്റ്റെയിൻ ചെയ്യാനും അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. ടു അപ്ലൈ ടു ദ ട്രിബ്യൂണൽ ടു ഹാവ് എനി വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് സെറ്റ് അസൈഡ്, അതായത് ട്രിബ്യൂണൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിൻ്റെ വേരിയേഷന് ട്രിബ്യൂണൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഇക്വിറ്റി ഷെയർ ഹോൾഡറായി മാറണം. അപ്പോൾ അവിടെ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റിന് വേരിയേഷൻ വരുമല്ലോ. അപ്പോൾ ആ വേരിയേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ് നമ്മൾ ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. ടു പാർട്ടിസിപ്പേറ്റ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ബൈ പാസിംഗ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി ഡയറക്ടേഴ്സിനെ റിമൂവൽ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്
ഹോൾഡേഴ്സിന് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റൈറ്റ്സ് പഠിച്ചത്? നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചതല്ലേ. അതായത് മീറ്റിംഗ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ച് കൂട്ടാൻ റിക്വസ്റ്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട്, പിന്നെ നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പിന്നെ പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാനും പ്രോക്സി രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പിന്നെന്താ ഒരു ബോഡി കോർപ്പറേറ്റ് മെമ്പറെങ്കിൽ അവരുടെ ബിഹാഫിൽ ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെന്താ, അതായത് അവർ റെഡിയാക്കി വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ ഡെലിവറി ചെയ്ത് വെച്ച ആ ഷെയർ സർട്ടിഫിക്കറ്റ് അതായത് അവർ ഡെലിവറി ചെയ്ത് വെച്ച ഷെയർ സർട്ടിഫിക്കറ്റ്, അതായത് റെഡിയാക്കി ഡെലിവറി ചെയ്ത് വെച്ച അവർക്ക് വേണ്ടി ഡെലിവറി ചെയ്യാനുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് 2 മാസത്തിനുള്ളിൽ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. പിന്നെന്താ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻ അനുസരിച്ച് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവിഷൻസും നമ്മുടെ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷനും അനുസരിച്ച് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെന്താ, നമ്മുടെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററും പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററും ഇൻസ്പെക്ട് ചെയ്യാനും വേണമെങ്കിൽ തന്നെ എക്സ്ട്രാക്ട് എടുക്കാനുള്ള അവകാശം നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. പിന്നെന്താ, മിനിറ്റ്സ് ബുക്ക് ഒപ്റ്റെയിൻ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ട്രിബ്യൂണലിന് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സിനെ റിമൂവൽ ചെയ്യുന്ന ആ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി റിമൂവൽ ചെയ്യുന്ന ആ ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. ഇത് നമ്മുടെ ജനറൽ ഉള്ള റൈറ്റ്സാണ്. ഇനി നമ്മൾ സ്പെസിഫിക്കേഷൻ കുറച്ച് സ്പെഷ്യൽ റൈറ്റ്സ് കൂടെ പഠിക്കുന്നുണ്ട്. അത് താഴെ പറയുന്നത്: സർട്ടൺ അതർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ സ്പെൽഡ് ഔട്ട് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എസ്കോർട്സ് ലിമിറ്റഡ് 1986. അതായത് നമ്മുടെ സുപ്രീം കോർട്ട് കുറച്ച് റൈറ്റും കൂടെ മെമ്പറിന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ ബേസിസിൽ? ഈ ഒരു കേസിൻ്റെ ബേസിസിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എസ്കോർട്ട് ലിമിറ്റഡ് എന്ന ആ ഒരു കേസിൻ്റെ ബേസിസിൽ നമ്മുടെ സുപ്രീം കോർട്ട് ആർക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മെമ്പേഴ്സിന് കുറച്ച് റൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് റൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എലക്ട് ഡയറക്ടേഴ്സ് ആൻഡ് ദസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ത്രൂ ദം. അതായത് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യണം. നമുക്കറിയാം, നമ്മളിനി പഠിക്കും. ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്ന നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്ത് അവർ വഴി മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. ടു എൻജോയ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദ ഷേപ്പ് ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിൻ്റെ ആ ഷേപ്പിൽ നമ്മുടെ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. ടു അപ്ലൈ ടു ദ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ടു അപ്ലൈ ടു ദ കോർട്ട്. ഞാൻ ബ്രാക്കറ്റിൽ നൗ ട്രിബ്യൂണൽ ഇട്ടേക്കുന്നുണ്ടോ? ഞാനല്ല, എന്നെ പഠിപ്പിച്ച മാം പ്രിപ്പയർ ചെയ്ത് നോട്ട്. അപ്പം മാം നൗ ട്രിബ്യൂണൽ ഇട്ടേക്കുന്നുണ്ടോ? അപ്പം ആ നൗ ട്രിബ്യൂണൽ നേരത്തെ കോർട്ടായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് ട്രിബ്യൂണലാണ്. അപ്പം നേരത്തെ കോർട്ടായിരുന്നു, ഇപ്പം ട്രിബ്യൂണലാണ്. അപ്പം നിങ്ങൾ ആ കോർട്ട് ഓർക്കണമല്ല, കോർട്ടും നൗവും വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ വായിക്കാം: ടു അപ്ലൈ ടു ദ ട്രിബ്യൂണൽ. എന്താ? ടു അപ്ലൈ ടു ദ ട്രിബ്യൂണൽ ഫോർ റിലീഫ് ഇൻ കേസ് ഓഫ് ഒപ്രഷൻ. അതായത് ഒപ്രഷൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് റിലീഫിന് വേണ്ടി ട്രിബ്യൂണലിന് അപ്ലൈ ചെയ്യാനുള്ള അവകാശം നമ്മുടെ ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അത് ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക എന്നൊക്കെ പറയത്തില്ലേ? ക്ലിയർ? അടിച്ചമർത്തുക അങ്ങനെയല്ല, ഞെരിക്കുക, അങ്ങനെ അതന്നെ കറക്റ്റ് മലയാളം മീനിങ്, ഞെരിക്കുക. അപ്പം മെമ്പേഴ്സിൻ്റെ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ആ ഒരു ഇതൊക്കെ കമ്പനിയിൽ അവർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. മെയിനായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ റിലീഫിന് വേണ്ടി, ആ റിലീഫ് കിട്ടാൻ വേണ്ടി അവർക്ക് ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? നേരത്തെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തുന്ന ആർക്കാണ്? കോർട്ടിനാണ്. ഇപ്പം കോർട്ട് മാറി ഇപ്പോൾ ട്രിബ്യൂണലിന് അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇനി ഫോർത്ത് വൺ നോക്കിയാൽ ടു അപ്ലൈ ടു ദ ട്രിബ്യൂണൽ ഫോർ റിലീഫ് ഇൻ കേസ് ഓഫ് മിസ്മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റ് എന്തെങ്കിലും മിസ്മാനേജ്മെൻറ്റ് നടക്കുക ആ ഒരു കേസുമായിട്ടാണെങ്കിൽ അതിലെന്തെങ്കിലും റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രിബ്യൂണലിന് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ നമ്മുടെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിന് ട്രിബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ എന്തെങ്കിലും സർപ്ലസ് കിട്ടുകയാണെങ്കിൽ ആ സർപ്ലസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ഷെയർ ഹോൾഡറിനുണ്ട്. അപ്പം 6 സ്പെഷ്യൽ റൈറ്റ് നമ്മൾ അല്ലാതെ പഠിച്ചു. അല്ലാതെ ജനറലായിട്ട് നമ്മൾ എത്ര റൈറ്റ് പഠിച്ചു? 11 റൈറ്റും പഠിച്ചു. ഓക്കെ, 11 6 എത്ര മക്കളെ? നമ്മൾ മൊത്തത്തിൽ 17 റൈറ്റ് പഠിച്ചു അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നമ്മുടെ 2022 സിലബസിനെ സംബന്ധിച്ച് അവരുടെ ഈ കഴിഞ്ഞ ജൂലൈ എക്സാമിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഈ വട്ടം അങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ എഴുതിക്കൂടെ? ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി എഴുതാം. ഇതിൽ പറഞ്ഞാത്ത, അതായത് ഇതിപ്പം സ്പെസിഫൈ ചെയ്ത റൈറ്റ് നിങ്ങൾ പഠിച്ച ഇത് വെച്ച് നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് ചേർക്കാം. അപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ഇടുക. മറ്റൊരു ക്ലാസ്സുകൾ നമ്മൾ ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.